ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മൂവി ബഫ് ബോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് മൂവി അപ്ഡേറ്റ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഉള്ളിലോട്ട് പോവാം. അപ്പോൾ ഫസ്റ്റത്തെ അപ്ഡേറ്റ് നമ്മുടെ പവൻ കല്യാണ നായകനാവുന്ന OG മൂവിൻ്റെ റിലീസ് ഡേറ്റ് പുറത്തുവിട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കാണാൻ പറ്റും, ഇതാണ് റിലീസ് ഡേറ്റ്. അപ്പോൾ ഇതിനി മാറ്റമോ ഇല്ലയോ എന്നറിയില്ല. ഷൂട്ട് മൊത്തം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്ത അപ്ഡേറ്റ് പവൻ കല്യാണി നായകനാവുന്ന പടം തന്നെയാണ്, വീരസിംഹരാമലു എന്ന് പറഞ്ഞിട്ടുള്ള പടം. അത് ഇപ്പോൾ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുണ്ട്. ഇനി എപ്പോഴാണെന്നൊന്നും അറിയാൻ പാടില്ല. ഇത് എത്രാമത്തെ റിലീസ് ഡേറ്റ് ആണോ മാറ്റണത്? ഒരു പരിധിയില്ലേ, കൈ കണക്കില്ലേ? ഏറ്റവും കൂടുതൽ റിലീസ് ഡേറ്റ് മാറ്റിയിട്ടുള്ള ഒരു മൂവിക്കുള്ള അവാർഡ് ഇതിന് കൊടുത്തോട്ടെ. എന്തോരം മാറ്റിയിരിക്കണേ എൻ്റെ അളിയാ. എന്തെങ്കിലും ആവട്ടെ, എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ഇറങ്ങാണ്ടിക്ക് എന്താ വേണമെങ്കിൽ ചെയ്തോട്ടെ. അപ്പം ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് ജിത്തു മാധവൻ്റെ മൂവിയാണ്. ജിത്തു മാധവനും മോഹൻലാലും തമ്മിലുള്ള ഇവരിൻ്റെ ഒരു മൂവി ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അത് ഷൂട്ട് ഇതുവരെ തുടങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെ മൂവി അപ്ഡേറ്റ്സ് ഒന്നും അധികം വന്നിട്ടുണ്ടായിരുന്നില്ല. അത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലാലേട്ടൻ തന്നെ അനൗൺസ് ചെയ്തതായിരുന്നു. ഭരത് രാജിൻ്റെ ഇൻ്റർവ്യൂവിൽ തന്നെ നെക്സ്റ്റ് ഫിലിം ആവേശത്തിൻ്റെ ഡയറക്ടറിൻ്റെ കൂടിയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം യാതൊരു അപ്ഡേറ്റ് ആ മൂവിൻ്റെ ഭാഗത്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ പുതിയൊരു അപ്ഡേറ്റ്, ജിത്തു മാധവനും സൂര്യയും കൂടിയിട്ടുള്ളൊരു പടം. അത് എന്താ പറയുക, സൂര്യൻ്റെ സ്വന്തം പ്രൊഡക്ഷൻ കമ്പനിയായിട്ടുള്ള 2D എൻ്റർടൈൻമെൻറ്റ്സ് തന്നെ എന്താ പറയുക പ്രൊഡ്യൂസ് ചെയ്യും. സൂര്യൻ്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയാണ് 2D എൻ്റർടൈൻമെൻറ്റ്സ്. നമ്മുടെ റെട്രോ ഒക്കെ 2D എൻ്റർടൈൻമെൻറ്റ്സ് തന്നെയായിരുന്നു. അപ്പോൾ അവർ നിർമ്മിക്കും എന്നാണ് പറയുന്നത്. ഇത് ഒഫീഷ്യലി അനൗൺസ് ചെയ്തതാണ്. നമുക്കൊരു റൂമർ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇനി അടുത്ത അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ തഗ് ലൈഫാണ്. തഗ് ലൈഫ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു അപ്ഡേറ്റും കൂടി ഉണ്ടായിരുന്നു. അത് ഞാൻ പറയാൻ വിട്ടുപോയതായിരുന്നു. വേറൊരു അപ്ഡേറ്റ് എന്താണെന്ന് വെച്ചാൽ അൻവർ റഷീദിൻ്റെ മോഹൻലാൽ മൂവി അത് ഒഫീഷ്യൽ ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇന്നലെയും കൂടി വേറൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അൻവർ റഷീദും മമ്മൂട്ടി മൂവി അത് ഒഫീഷ്യൽ ഡ്രോപ്പ് ആയിട്ടുണ്ട്. ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇത് റിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല. ഇതൊക്കെ വെറും റൂമേഴ്സാണ് കേട്ടോ. അപ്പോൾ അത് പറയാൻ വേണ്ടിയിട്ടും കൂടിയായിരുന്നു. ഓക്കെ, താങ്ക് യു. ആണ് ഇന്നത്തെ ഇവിടെ കാണിക്കുന്നതാണ് ഇന്നത്തെ കളക്ഷൻ റിപ്പോർട്ട്. ഇതുവരെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ട്. ഒടുക്കത്തെ നെഗറ്റീവ് റെസ്പോൺസ് ആയിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. തമിഴ്നാട്ടിലും അതെ, മിക്സഡ് റെസ്പോൺസും പോലും അല്ല, കുറേ ഭാഗത്ത് നെഗറ്റീവ് റെസ്പോൺസാണ്. കേരളത്തിൽ പിന്നെ പറയണ്ട. അപ്പോൾ ഇതാണ് കളക്ഷൻ റിപ്പോർട്ട്. എനിക്ക് ഇത്തിരി പ്രതീക്ഷ ഉണ്ടായിരുന്നു, എന്നാലും വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. എന്താ ചെയ്യുക, ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഇനി അടുത്ത പടം നമ്മുടെ പെപ്പെ നായകനാവുന്ന ഷരീഫ് മുഹമ്മദ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പടമാണ് കാട്ടാളൻ. അതിൽ 2 പേര് ഓൺ ബോർഡ് ആയിട്ടുണ്ട്, നമ്മുടെ സുനിലും പിന്നെ നമ്മുടെ കബീർ ദുഹാൻ സിംഗും. എൻ്റെ പൊന്നളിയ 2 വലിയ ആൾക്കാരാണ് കേട്ടോ. കാട്ടാളൻ സിനിമ നല്ല പ്രതീക്ഷയുള്ള മൂവിയാണ്. അതിനി 2026 കേൾക്കുന്നത്. അതായിക്കോട്ടെ, നല്ലൊരു ഔട്ട്പുട്ട് തന്നെ കിട്ടിയാൽ മതി. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത മൂവി എന്ന് പറയുന്നത് നമ്മുടെ മൂവി അപ്ഡേറ്റ് നമ്മുടെ കാർത്തി നായകനാവുന്ന സർദാർ 2 ആണ്. സർദാർ 1 അടിപൊളി പടമായിരുന്നു. അപ്പോൾ സർദാർ 2 ഡിസംബറിന് ഈ വർഷം തന്നെ 2025 ഡിസംബറിൽ തന്നെ റിലീസാക്കും എന്നാണ് അപ്ഡേറ്റ് വന്നിരിക്കുന്നത്. അത് പിന്നെ ഷൂട്ട് മൊത്തം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി എഡിറ്റിങ്ങും പിന്നെ കുറച്ച് ചിലപ്പോൾ VFX പരിപാടിയും അങ്ങനത്തെ പരിപാടികളൊക്കെ ആയിരിക്കും. ഷൂട്ട് മൊത്തം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് കിട്ടിയ അപ്ഡേറ്റ്. അപ്പോൾ എന്തായാലും സർദാർ 1 കാണാത്തവരുണ്ടെങ്കിൽ കാണാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. പിന്നെ ലാസ്റ്റത്തെ അപ്ഡേറ്റും കൂടി ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലാലേട്ടനും വിപിൻ ദാസും തമ്മിലുള്ള ഒരു മൂവി ഉണ്ടെന്ന് പറയുന്നു. വിപിൻ ദാസ് അപ്പോൾ വിപിൻ ദാസ് തന്നെ ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ്
മോഹൻലാൽ റിജക്റ്റ് ചെയ്തു, നമ്മുടെ ലാലേട്ടൻ റിജക്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത് പുള്ളിൻ്റെ കഥ. അതിൽ പൃഥ്വിരാജ് ഒരു പ്രധാന വേഷത്തിൽ എത്തും എന്നൊക്കെയായിരുന്നു കേട്ടത്. ലൂമിനാർ ബ്രദേഴ്സ് എന്നായിരുന്നു ആ പടത്തിൻ്റെ പേര്. ഇപ്പം എന്തായാലും ഒഫീഷ്യലി ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ഗൈസ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും നീ പുതിയൊരു വീഡിയോ ആയിട്ട്, പുതിയൊരു മൂവി അപ്ഡേറ്റ് വീഡിയോ ആയിട്ട് ഇനി എത്തുന്നതായിരിക്കും. അപ്പോൾ ഗൈസ് എല്ലാവർക്കും ബൈ ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്. ഓക്കെ ബൈ. താങ്ക് യു.